ശ്രീ ജിൻഡോ, UDFിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ UDFിൻ്റെ മണ്ഡലം കമ്മിറ്റിയുടെ ചെയർമാൻ്റെ ഭാഗത്തു നിന്നാണ് അത്രയധികം അധിക്ഷേപകരമായ പരാമർശമുണ്ടായത്. ആ പരാമർശം കേട്ട് നേതാക്കൾ ആരും അത് തിരുത്തിയതുമില്ല. ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് പ്രതിഭ ടാർഗറ്റ് ചെയ്യപ്പെട്ടത്. എല്ലാ പാർട്ടികളിലും പെട്ട സ്ത്രീകൾ ഈ തരുണത്തിൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് വികലമായ ഒരു മനോനിലയുടെ പ്രതിഫലനമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇങ്ങനെ ഒന്ന് ഉണ്ടാകാൻ പാടുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും അഭിലാഷ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. അത്തരം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു കാരണവശാലും ഉണ്ടായിക്കൂടാ, പ്രത്യേകിച്ച് ഒരു UDF നേതാവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൂടാ എന്നുള്ളതാണ് ഞങ്ങളുടെയും ടേക്ക്. കൃത്യമായിട്ട് അക്കാര്യത്തിൽ അവിടെ മത്സരിക്കുന്ന UDFിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ M. ലിജു തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തെ ശ്രീ ഇർഷാദിനെ നമ്മുടെ തെരഞ്ഞെടുപ്പ് ചുമതലകളിൽ നിന്ന് അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്ന സാഹചര്യമുണ്ടായി. അദ്ദേഹം തന്നെ ആ വിഷയത്തിൽ അദ്ദേഹത്തിന് പറ്റിയ കുറവിൽ, അദ്ദേഹത്തിൻ്റെ വീഴ്ചയിൽ, തെറ്റിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് ഒരു കാരണവശാലും, ഇനി ഖേദം പ്രകടിപ്പിച്ചോ ഇല്ല എന്നുള്ളതല്ല, ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പ് സമയത്തോ അല്ലാത്തപ്പോഴോ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയും പൊതുപ്രവർത്തകൻ്റെയും ഒരു വ്യക്തിയുടെയും ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിക്കൂടാ എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഒപ്പീനിയൻ.